ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റില് അറേസ്, ലൂപ്പ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്ന് പറയാനുള്ളത് ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ കോള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ഫംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തിനാ നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത്, അല്ലെങ്കിൽ പ്രൊസീജിയറിനോ സബ് റൂട്ടീനോ ഒക്കെ നമ്മൾ വിളിക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് കോഡ്, ഒരു കോമൺ സെറ്റ് ഓഫ് കോഡിനെ പിന്നെയും പിന്നെയും റീയൂസ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് കോഡിനെ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമുക്ക് എപ്പോഴൊക്കെയാണോ ആ കോഡിനെ റീയൂസ് ചെയ്യേണ്ടത് ആ സമയത്ത് അതിനെ കോൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പിന്നെയും പിന്നെയും റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടെ പ്രോഗ്രാം റീഡബിൾ ആവുന്നു. നമുക്ക് എവിടെയൊക്കെയാണ് ജസ്റ്റ് ആ ഫംഗ്ഷൻ ഉപയോഗിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ റിപ്പീറ്റഡ്ലി ആ കോഡ് യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. സോ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഒരു സെറ്റ് ഓഫ് കോമൺ കോഡുകളെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ള ഒരു സിനാരിയോ ആ ഒരു കണ്ടീഷനിൽ വന്നപ്പോഴാണ്. ഇനി ഫംഗ്ഷൻസിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻസിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് വാല്യൂസും കിട്ടുന്നുണ്ട്. എല്ലാത്തിലും നിർബന്ധമല്ല, ബട്ട് സംടൈംസ് കിട്ടുന്നില്ല, സംടൈംസ് കിട്ടുന്നുണ്ട്. അത് അതിന്റെ ആ ഒരു ഡേറ്റ ടൈപ്പിന് ബിലോങ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻസിന് കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ് ആർഗ്യുമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പെർഫോം ചെയ്യണം. ആ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ 5ന്റെ ഫാക്ടോറിയൽ ആണ് കണ്ടുപിടിക്കുന്നത്. സോ അവിടുത്തെ 5 എന്ന് പറയുന്നത് എന്താണ്, ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട്. സോ എന്താണോ ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്, എന്തിന്റെ ബേസിസിലാണ് ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യേണ്ടത്, ആ കൊടുക്കുന്ന ഇൻപുട്ടുകളെയാണ് അതിന്റെ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ ഫംഗ്ഷൻ പെർഫോം ചെയ്തതിന് ശേഷം എനിക്കിപ്പോ 5 ഫാക്ടോറിയൽ കാണാനാണെങ്കിൽ അല്ലെങ്കിൽ 8 ഫാക്ടോറിയൽ കാണാനാണെങ്കിൽ അതിനെന്തുണ്ടാകും, ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ റിട്ടേൺ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇനി ചില കേസുകളിൽ നമ്മൾ ഫംഗ്ഷൻ വോയിഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്തും ഡിഫൈൻ ചെയ്തും വെച്ചിരിക്കുന്നത്. വോയിഡ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു റിട്ടേൺ വാല്യൂ ഉണ്ടാവണമെന്നില്ല. ജസ്റ്റ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു റിട്ടേൺ വാല്യൂ ഉള്ള കേസും ഉണ്ടാകാം, റിട്ടേൺ വാല്യൂ ഇല്ലാത്ത കേസും ഉണ്ടാകാം. മോസ്റ്റ് പ്രോബബ്ലി ഉള്ള കേസുകൾ തന്നെയാണ്. സോ ഇൻപുട്ടായിട്ട്, ഒരു ഫംഗ്ഷന്റെ ഇൻപുട്ടായിട്ട് നമ്മൾ പറയുന്നത് തന്നെയാണ് അതിന്റെ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷനിൽ നമുക്ക് എന്ത് കിട്ടുന്ന റിസൾട്ട്, അതിനാണ് അതിന്റെ ഔട്ട്പുട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഒരു റിട്ടേൺ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ രണ്ട് രീതിയിൽ, ഒരു ഫംഗ്ഷൻ കോളറും ഉണ്ട്, ഒരു ഫംഗ്ഷൻ കോളിയും ഉണ്ട്. എന്താണ് ഫംഗ്ഷൻ കോളർ, എന്താണ് ഫംഗ്ഷൻ കോളി എന്ന് പറയുന്നത്? ഫംഗ്ഷൻ കോളർ എന്ന് വെച്ചാൽ ഏത് ഫംഗ്ഷന്റെ ഉള്ളിലാണോ നമ്മൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഇൻപുട്സ് പാസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു സംഭവത്തിനാണ് ഫംഗ്ഷൻ കോളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ കോളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഫംഗ്ഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇതിന്റെ കോഡിന്റെ ഉള്ളിൽ ഇന്നൊരു ഫംഗ്ഷന്റെ പേര് പറഞ്ഞ് കോൾ ചെയ്യുന്നു. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഏത് സെറ്റ് ഓഫ് കോഡുകളാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഏത് ഫംഗ്ഷനിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റ് ഓഫ് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ഒരു സെറ്റ് ഓഫ് കോഡ് ബിലോങ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോളി എന്ന് വിളിക്കുന്നത്. ഈ ഫംഗ്ഷൻ കോളിയാണ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ കോളറിലേക്ക് വാല്യൂസ് റിട്ടേൺ കൊടുക്കുന്നത്. ദെൻ അത് മറ്റ് രജിസ്റ്റേഴ്സിനെ ഓവർറൈറ്റ് ചെയ്യാതെ വരണം എന്നുള്ളൊരു കേസും അവിടെ പറയുന്നുണ്ട്. അതെന്താന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ഒരു ഹൈ ലെവൽ കോഡ് എഴുതിയിട്ടുണ്ട്. ഹൈ ലെവൽ കോഡ് മാത്രം നോക്കിയാൽ മതി. ഇന്റ് മെയിൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സിമ്പിൾ സെമികോളൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ ഇന്റ് മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കോളർ ഫംഗ്ഷനും സിമ്പിൾ എന്ന് പറയുന്നത് ഒരു കോളി ഫംഗ്ഷനുമാണ്. ഇന്റ് മെയിൻ എന്ന് പറയുന്ന മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കോഡിനെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്. ഇനി ആ സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇവിടെ താഴെ ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വോയിഡ് സിമ്പിൾ റിട്ടേൺ, വോയിഡ് സിമ്പിൾ റിട്ടേൺ. അവിടെ എന്താണ്, മെയിൻ എന്ന് പറയുന്ന കോളർ ഫംഗ്ഷന്റെ ഉള്ളില് സിമ്പിൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തേക്കുവാണ്. അപ്പൊ ഇവിടെ മെയിൻ എന്ന് പറയുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു കോളർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കോളർ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ മെയിൻ എന്ന് പറയുന്നത് കോളറും സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, കോളിയുമാണ്.
ഞാൻ ഈ പർട്ടിക്കുലർ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻപുട്ടിനെ പാസ് ചെയ്യാനാണ് ഞാൻ മെയിൻ എന്ന് പറയുന്ന കോളർ ഫംഗ്ഷൻ കോളറിനെ യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കോളറിന്റെ ഉള്ളിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ ഏത് ഫംഗ്ഷനാണോ വിളിക്കേണ്ടത് അതിന്റെ അല്ലെങ്കിൽ ആ ഫംഗ്ഷനിലേക്ക് എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ആണോ പാസ് ചെയ്യേണ്ടത് ആ വക കാര്യങ്ങളൊക്കെ ഇൻപുട്ട് ചെയ്യുന്നത്. ഇനി അത് ഞാൻ ഏത് ഫംഗ്ഷനെയാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത് അതിനെയാണ് ഫംഗ്ഷൻ കോളി എന്ന് വിളിക്കുന്നത്. ഇവിടെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ കോളിയാണ്. കുറച്ചുകൂടെ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2-3 കാര്യങ്ങളോട് പറയാനുണ്ട്. RISC-V ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയും ഫംഗ്ഷൻ കോളും പറയുന്നത്. RISC-V പ്രോഗ്രാംസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു, 8 ആർഗ്യുമെന്റ്സിനെ വരെ പാസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത്ര അല്ലേ ഉള്ളൂ, അതിൽ കൂടുതലുണ്ട്. എങ്കിലും ഈ 8 ആർഗ്യുമെന്റ്സിന് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് കോളർ ഫംഗ്ഷനിലൂടെ നമ്മൾ ഈ 8 ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്ന സമയത്ത് A0 മുതൽ A7 വരെ രജിസ്റ്റേഴ്സ് A0 മുതൽ A7 വരെയുള്ള ആർഗ്യുമെന്റ് രജിസ്റ്റേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. RISC-V പ്രോസസ്സറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താണ് അസംബ്ലി കോഡൊക്കെ എഴുതുമ്പോൾ നമ്മളവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാംസ് എഴുതുന്നത്. സോ ഇവിടെ നമ്മൾ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ അടുത്ത എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവും. അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്റർ കൺസെപ്റ്റ് ആണ് A എന്ന് പേര് കൊടുത്തിരിക്കുന്ന രജിസ്റ്റേഴ്സ്. അത് A0 മുതൽ A7 വരെ 8 രജിസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു 8 ആർഗ്യുമെന്റ്സിനെ വരെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ ഡയറക്റ്റ്ലി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്, ആർഗ്യുമെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇനി അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ എവിടെ സ്റ്റോർ ചെയ്യുന്ന കൺസെപ്റ്റ് നമുക്കവിടെ പറയുന്നുണ്ട്. ബട്ട് ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക, A0 മുതൽ A7 വരെ നമ്മൾ ഡിനോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ആർഗ്യുമെന്റുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ കോളി എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് നമ്മൾ ഉള്ളിൽ പെർഫോം ചെയ്യുന്ന പർട്ടിക്കുലർ ഫംഗ്ഷൻ അതിനൊരു റിട്ടേൺ വാല്യൂ ജനറേറ്റ് ചെയ്യുമല്ലോ. ആ റിട്ടേൺ വാല്യൂ ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് A0 എന്ന് പറയുന്ന പർട്ടിക്കുലർ രജിസ്റ്റർ തന്നെയാണ്. A0 മുതൽ A7 വരെ ആർഗ്യുമെന്റ് രജിസ്റ്റേഴ്സ് ആണ്. അതിൽ A0 എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ A0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് നമ്മൾ റിട്ടേൺ കിട്ടുന്ന വാല്യൂ കൂടി സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ ഒരു വേറൊരാളാണ് ആ ഫംഗ്ഷൻ എഴുതിയത് എങ്കിൽ മറ്റൊരാൾ വായിക്കുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലാകും A0യിലേക്ക് വരുന്നത് റിട്ടേൺ വാല്യൂ ആണ്, A1 മുതൽ A7 വരെയൊക്കെ കൊടുത്തിരിക്കുന്നത് ആർഗ്യുമെന്റ് വാല്യൂസ് ആണ്. ഇനി നമ്മളിവിടെ വൈൽ ലൂപ്പും അതുപോലെ തന്നെ അറേസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്. കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, അറേ ആണെങ്കിലും ലൂപ്പുകളാണെങ്കിലും വൈലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്തത് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ഫംഗ്ഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫംഗ്ഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അസംബ്ലി കോഡ് അല്ലെങ്കിൽ നിമോണിക് കോഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആയ ജമ്പിന്റെ 3 ഫോർമാറ്റുകളാണ്, 3 ടൈപ്പുകളാണ്. ജമ്പ് ആൻഡ് ലിങ്ക്, ജമ്പ് രജിസ്റ്റർ. സോ അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആയ ജമ്പും ജമ്പ് ആൻഡ് ലിങ്കും ജമ്പ് രജിസ്റ്ററും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അസംബ്ലി കോഡിൽ ഫംഗ്ഷൻസ് എഴുതാൻ നമ്മൾ പോകുന്നത് ഈ ജമ്പ് ആൻഡ് ലിങ്ക്, ജമ്പ് രജിസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനകത്ത് ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ജമ്പ് ആൻഡ് ലിങ്ക് രജിസ്റ്റർ അല്ലെങ്കിൽ ജമ്പ് ആൻഡ് ലിങ്ക് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പൊ നമ്മള് കോളർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ മെയിൻ പ്രോഗ്രാമിൽ എവിടെ പോകണം, ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം നമ്മൾ എഴുതിയേക്കുവാണ്. ഒരു 25 സ്റ്റെപ്പുള്ള ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി. ആ 25 സ്റ്റെപ്പുള്ള പ്രോഗ്രാമിൽ ഒരു 13ാമത്തെ സ്റ്റെപ്പ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുവാണ്, ഞാൻ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. ആ ഫംഗ്ഷൻ വേറെയാണ് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഫംഗ്ഷനെ കോൾ ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു 13ാമത്തെ സ്റ്റെപ്പിലാണ് ഞാൻ എന്ത് ചെയ്തത്, ഫംഗ്ഷൻ കോൾ ചെയ്തത്. ആ ഒരു ഫംഗ്ഷന് കോൾ ചെയ്തതിന് ശേഷം ആ ഒരു ഫംഗ്ഷൻ പോയി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു 7 സ്റ്റെപ്പുള്ള വേറെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന പ്രോഗ്രാമാണ്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം തിരിച്ച് ആ 7 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് എന്റെ മെയിൻ പ്രോഗ്രാമിന്റെ എവിടെ വരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ ഉപയോഗിച്ച ഇൻസ്ട്രക്ഷൻ ജമ്പ് ആൻഡ് ലിങ്ക് JAL എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡേറ്റ ആ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. കാരണം ജമ്പ് ആൻഡ് ലിങ്ക് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനിലാണ്
നമുക്ക് ഒരു വാല്യൂ റിട്ടേൺ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള. സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ജമ്പ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എങ്കിലും ഈ ജമ്പ് ആൻഡ് ലിങ്ക് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാനും JR എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യാൻ. ആ ഒരു ഫംഗ്ഷൻ എഴുതിയതിനു ശേഷം കോളി ഫംഗ്ഷൻ എഴുതിയതിനു ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് JR എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കി അറിയാൻ പറ്റും. ഇവിടെ ഇന്റ് മെയിൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ട്, മെയിൻ ഫംഗ്ഷൻ. ആ മെയിൻ ഫംഗ്ഷന്റെ ഒരു പർട്ടിക്കുലർ അഡ്രസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 0x0000300 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അസംബ്ലി കോഡ് എഴുതുന്ന സമയത്ത് ആ ഫംഗ്ഷന്റെ പേരെന്താണോ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതിനുശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്. മെയിൻ ഫംഗ്ഷന്റെ ഉള്ളില് സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് JAL എന്ന് പറയുന്നത്. JAL ആ ഒരു ഫംഗ്ഷന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു എന്നാണ് അതിന്റെ മീനിങ്. JAL ഒരു ഫംഗ്ഷന്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ കോൾ ചെയ്തു എന്നാണ് അവിടെ മീനിങ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ ആ ഒരു അതിൻ്റെ ഉള്ളിൽ വേറെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് ഈ വോയിഡ് സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് നോക്കാം. ഇപ്പൊ ഒരു 51C എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്, 51C എന്ന് പറയുന്ന അഡ്രസ്സിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഇവിടെ സിമ്പിളിന്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ റിട്ടേൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് JR എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് RA എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ റിട്ടേൺ ഒരു മിനിറ്റ് എന്നെ സോറി ട്ടാ. അപ്പൊ നമ്മൾ സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് നമ്മൾ അവിടെ റിട്ടേൺ കാണിക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞ് എഴുതേണ്ട സ്ഥലത്ത് വരേണ്ട ഇൻസ്ട്രക്ഷൻ ആണ് JR എന്ന് പറയുന്നത്. അവിടെ RA എന്ന് പറയുന്നത് ഒരു രജിസ്റ്ററിനെ ഇംപ്ലൈ ചെയ്തിരിക്കുന്നു. സോ ഇവിടെ മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇവിടെ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു കോളർ ആയിട്ടും സിമ്പിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു കോളി ആയിട്ടും, കോളി എന്ന് വെച്ചാൽ ഏത് ഫംഗ്ഷനാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതാണ് കോളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ് JAL എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു റിട്ടേൺ കിട്ടുന്നത് ആ ഒരു സമയത്ത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് JR എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ. ഇനി നമ്മുടെ അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. 51C എന്ന് പറയുന്ന അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷനിലേക്ക് ജമ്പ് ചെയ്യുന്നു JAL എന്ന് പറയുന്ന കോൾ ചെയ്യുമ്പോൾ അത് റിട്ടേൺ അഡ്രസ്സിനെ എന്തിൽ സ്റ്റോർ ചെയ്യുന്നു, റിട്ടേൺ അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്ന RAയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി ഓരോ രജിസ്റ്റേഴ്സ് എന്താണ് റിട്ടേൺ അഡ്രസ് ഉണ്ടാകും, ഡീഫോൾട്ട് എന്ന് പറയുന്ന RA എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ആർഗ്യുമെന്റ്സും റിട്ടേൺ വാല്യൂസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ തന്നെ അസംബ്ലി കോഡ് എഴുതാൻ നമ്മൾ പഠിക്കണം. നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും വരാത്ത സ്ഥിതിക്ക് കോഡ് എഴുതാനാണോ വരിക അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ തിയറി മാത്രം മതിയോ ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോഴേ ഇന്ന കോഡ് എഴുതാൻ ഉണ്ടാകും എന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പൊ ഗ്രൂപ്പിൽ ഡിസ്കഷൻ പറയുന്നത്. എങ്കിലും കോഡ് വെച്ച് പഠിച്ചോളുക. കാരണം കഴിഞ്ഞ സിലബസിനേക്കാൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇത്ര കുറെ കോഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും ചോദിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സോ ഇനി നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇന്റ് മെയിൻ എന്ന് പറഞ്ഞൊരു മെയിൻ ഫംഗ്ഷൻ, അത് അവിടുത്തെ കോളർ ആണ്. ഇൻറ്റു y എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ y വേരിയബിൾ, ലോക്കൽ വേരിയബിളിനെ അവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ y എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് നമ്മൾ ഡിഫ് ഓഫ് സം എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫംഗ്ഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ഡിഫ് ഓഫ് സം എന്നുള്ളത് നമ്മുടെ പർട്ടിക്കുലർ ഫംഗ്ഷന്റെ പേരാണ്. ഇനി ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന 2, 3, 4, 5 എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, ഫംഗ്ഷന്റെ ബ്രാക്കറ്റിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ആ ഫംഗ്ഷനുള്ള ഇൻപുട്സ് എന്ന് പറയുന്നത്. 2, 3, 4, 5 എന്ന് പറയുന്നത് അവിടുത്തെ ആർഗ്യുമെന്റ്സ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തിനെ ഉപയോഗിച്ചിട്ടാണ്, എന്ത് ഇൻപുട്ട് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇത്രയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഡിഫ് ഓഫ് സം എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡിഫ് ഓഫ് സം എന്ന് പറയുന്നത് ഒരു ഇന്റ് റിട്ടേൺ ചെയ്യുന്ന, ഇന്റ് ഡിഫ് ഓഫ് സം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫ് ഓഫ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇന്റ് വാല്യൂ ആയിരിക്കും. അതിന്റെ ബ്രാക്കറ്റിൽ ഇന്റ് F, G, H, I
4 ആർഗ്യുമെന്റ്സിനെ അത് എടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്റീജർ ആർഗ്യുമെന്റ്സിനെ എടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കേളി ബ്രാക്കറ്റിനുള്ളിൽ എന്താണ് ഇന്റ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു ലോക്കൽ വേരിയബിൾ റിസൾട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എന്താണ് റിസൾട്ടിൽ വരേണ്ടത് എന്ന് ചോദിച്ചാൽ റിസൾട്ട് ഈക്വൽ ടു നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന എഫിനെയും ജിനെയും ആഡ് ചെയ്യണം, എച്ചിനെയും ഐനെയും ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്തതിന്റെ ഡിഫറൻസ് എടുക്കണം. അതാണ് ഡിഫറൻസ് ഓഫ് സം എന്ന് പറയുന്നത്. 4 ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ 2 ആർഗ്യുമെന്റ്സിന്റെ സം എടുക്കണം, അവസാനത്തെ 2 ആർഗ്യുമെന്റ്സിന്റെ സം എടുക്കണം, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിനെ റിട്ടേൺ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത് അതിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇതാണ് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിൽ ആ കോഡ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ അസംബ്ലി കോഡിലേക്ക് വരുമ്പോൾ എളുപ്പമാണ്. ജസ്റ്റ് ആ ഒരു നോക്കിയാൽ മതി, എന്തൊക്കെയാണ് അവിടെ സ്റ്റെപ്സ് വരുന്നത് നോക്കിയാൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ y എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ ലോക്കൽ വേരിയബിളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിഫ് ഓഫ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ വരുന്നത് നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ y എന്ന് പറയുന്നതിന് പകരം നമ്മളിവിടെ എന്ത് ഉപയോഗിക്കണം, രജിസ്റ്റർ ഉപയോഗിക്കണം. എപ്പോഴും അസംബ്ലി കോഡ് എഴുതുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റർ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അപ്പൊ y എന്ന് പറയുന്നത് നമ്മൾ ഏത് രജിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, S7 എന്ന് പറയുന്ന രജിസ്റ്റർ ആണ് എന്റെ y എന്ന് പറയുന്ന വേരിയബിൾ. y എന്ന് പറയുന്ന വേരിയബിളിൽ എന്ത് വാല്യൂ ആണ് വരുന്നത് ഞാൻ S7ലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് വിചാരിക്കുക. ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു. മെയിൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻ എന്ന് പറയുന്ന ലേബൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ 3 കാര്യങ്ങൾ പറയണം. ഒന്നെന്ന് പറയുന്നത് എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ആണ് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എവിടെയാണ് റിട്ടേൺ വരുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂ എന്താണ് എന്നുള്ളത് പറഞ്ഞു വെക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ കോളർ എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് പറയുന്നത്. കോളർ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ എഴുതുന്ന സമയത്ത്, അസംബ്ലി കോഡ് എഴുതുന്ന സമയത്ത് അവിടെ ഈ 3 കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ടുകൾ എന്താണ്. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ മറക്കരുത്. തേർഡ് കാര്യം നമ്മുടെ റിസൾട്ട്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടേണ്ടത് ഏത് രജിസ്റ്ററിലാണ്, S7 എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ S7ൽ എന്താണ് വാല്യൂ വരേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ കോളർ എന്ന് പറയുന്ന മെയിൻ ഫംഗ്ഷനിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ആഡ് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ആഡ് ആയി എന്ന് പറയുന്ന ഒരു 4 ഇൻസ്ട്രക്ഷൻസ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ആഡ് ആയി എന്ന് വന്നു എന്ന് ഞാൻ ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ആഡ് ആയി, എന്തുകൊണ്ട് ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചില്ല, എന്തുകൊണ്ട് ആഡ് ആയി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചു. ഡയറക്റ്റ് ഡേറ്റ ഡേറ്റ അത് തന്നെ. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള, ഇവിടെ നോക്കിക്കേ, ആ ഓരോ ഇൻസ്ട്രക്ഷനിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2, 3, 4, 5. അങ്ങനെ എന്താണ്, നമ്മൾ രജിസ്റ്റർ കൺസെപ്റ്റ് ഉപയോഗിക്കാതെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാല്യൂസിനെയാണ്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പർട്ടിക്കുലർ നാച്ചുറൽ നമ്പറിനെയാണ്. ഈ കോൺസ്റ്റന്റ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ആഡ് ഐ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നു ഒരു എന്ത് സാധനമാണെങ്കിലും ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആഡ് ഐ ആണ്. കാരണം ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വാല്യൂ ആണ് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു നാച്ചുറൽ നമ്പറിലെ വാല്യൂ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിനെയാണ് കോൺസ്റ്റന്റുകൾ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വരുന്നത് കൊണ്ടാണ് ആഡ് ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ 2, 3, 4, 5 ഈ 4 ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതാണ് A0, A1, A2, A3 എന്ന് പറയുന്ന 3 ആർഗ്യുമെന്റ് രജിസ്റ്റേഴ്സ്. ആഡ് ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആഡ് ഐ A0 എന്ന് പറയുന്ന ആർഗ്യുമെന്റ് രജിസ്റ്ററിലേക്ക് 0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്ത് കണ്ടന്റ് ആണോ ഉള്ളത് അതിനോട് കൂടി 2 ആഡ് ചെയ്യണം. 0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഓൾവേസ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ 0 എന്ന് പറയുന്ന രജിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അവിടെ വേണമെങ്കിൽ ഡയറക്റ്റ് 0 എന്ന് എഴുതിയാലും മതി, അതിൽ ഇഷ്യൂ ഒന്നുമില്ല. സോ ആഡ് ഐ ആണ് A0, 0,2 എന്ന് പറഞ്ഞാൽ A0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 0 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള വാല്യൂവിനോട് 2 ആഡ് ചെയ്തതിനു ശേഷം എന്ത് കിട്ടുമോ അത് സ്റ്റോർ ചെയ്ത് വെക്കും. 0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഓൾവേസ് 0 ആണ്. 0 + 2 2 എന്ന് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുന്നു A0 എന്ന് പറയുന്ന രജിസ്റ്റർ, ആർഗ്യുമെന്റ് രജിസ്റ്റർ. രണ്ടാമത്തേലോ A1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 3 എന്ന വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുന്നു. A2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 4 എന്ന വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുന്നു. A3 എന്ന് പറയുന്ന ആർഗ്യുമെന്റ് രജിസ്റ്ററിലേക്ക് 5 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സോ നമ്മുടെ ആ ആർഗ്യുമെന്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ടുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ചു ഇന്ന ലൊക്കേഷനിലാണ് നമ്മുടെ ആർഗ്യുമെന്റ്സ് വരുന്നതെന്ന് പറഞ്ഞു വെച്ചു. A0, A1, A2, A3. ഇനി നമുക്ക് മറ്റൊരു ഡ്യൂട്ടി ഉണ്ട്. സെക്കൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷനെ കോൾ ചെയ്യുക എന്നുള്ളതാണ്.
നമ്മൾ പറഞ്ഞു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ് JAL എന്ന് പറയുന്നത്. സോ JAL എന്താണോ ഫംഗ്ഷൻ നെയിം അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് തുല്യമായി. JAL ഡിഫ് ഓഫ് സം എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ നെയിം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കോൾ ആയി അവിടെ. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ S7 വരേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്താലും അതിന്റെ റിട്ടേൺ വാല്യൂ ഓട്ടോമാറ്റിക്കലി വരുന്നത് A0 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്കാണ്, ആർഗ്യുമെന്റ് രജിസ്റ്ററിലേക്കാണ്. അപ്പൊ ആ A0യിലുള്ള വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം, S7 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. സോ A0 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ആണ്, 0 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ആണ്. അതുകൊണ്ട് S7 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്കാണ് ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ ആഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ആഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ വന്നത്. നമ്മൾ രജിസ്റ്റേഴ്സിന് മാത്രമേ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ, അവിടെ ഒരു കോൺസ്റ്റന്റ് നമ്പറോ വാല്യൂ ഒന്നും വന്നില്ല. അതുകൊണ്ട് രജിസ്റ്റേഴ്സിന് 3 രജിസ്റ്റേഴ്സിന് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ വാല്യൂ എന്താണ്, അത് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. റിട്ടേൺ വാല്യൂ എപ്പോഴും A0 എന്ന് പറയുന്ന ആർഗ്യുമെന്റ് രജിസ്റ്ററിലായിരിക്കും. ആ ആർഗ്യുമെന്റ് രജിസ്റ്ററിലുള്ള വാല്യൂവിനോട് 0 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള വാല്യൂ ആഡ് ചെയ്യുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതിന്റെ കാര്യമില്ല. അപ്പൊ A0യിലുള്ള വാല്യൂവിനെ നമുക്ക് S7ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ആഡ് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ വരുന്നത് ഈ ഡിഫ് ഓഫ് സം എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡിക്ലറേഷൻ ആണ്. ഡിഫ് ഓഫ് സം എന്ന് പറയുന്നതിനകത്ത് എന്താണ്, നമുക്ക് 4 വാല്യൂസിന് എടുക്കണം. ആ 4 വാല്യൂസിന് തമ്മിൽ അതിനകത്ത് ആദ്യത്തെ 2 വാല്യൂവും രണ്ടാമത്തെ 2 വാല്യൂവും തമ്മിൽ ആഡ് ചെയ്യണം. അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. അപ്പൊ ഇവിടെ എന്താണോ ഫസ്റ്റ് ഓപ്പറേറ്റർ വന്നിരിക്കുന്നത്, ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കണം. നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഏത് രജിസ്റ്ററിലാണ്. നമ്മൾ പറഞ്ഞു വെക്കാൻ റിസൾട്ട് കിട്ടുന്നത് S3 എന്ന് പറയുന്ന രജിസ്റ്റർ. അത് നമുക്കിവിടെ ഇഷ്ടമാട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ആദ്യം ഡിഫ് ഓഫ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ആ ഡിഫ് ഓഫ് സം ലേബൽ കൊടുത്തു. അതിനുശേഷം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ഓപ്പറേഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആദ്യം F+G കൂട്ടണം, പിന്നെ H+I കൂട്ടണം, പിന്നെ വേണം അത് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഓപ്പറേറ്റർ ഏതാണ്, F+G എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ F+G കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ആ പ്ലസ് എന്ന് പറയുന്നതിനാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. ആഡ് എന്ന് വരും. ആഡ് ആണ് അപ്പൊ അവിടെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ. ദെൻ ആഡ് ശേഷം ഇവിടെ എന്ത് കൂട്ടി കിട്ടുന്നു അതിനെ നമ്മൾ T0 എന്ന് പറയുന്ന ഒരു ടെമ്പററി രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് T0 അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. T0 കോമ ഇവിടെ F നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ആദ്യത്തെ ആർഗ്യുമെന്റ് 2 എന്ന് പറയുന്ന ആർഗ്യുമെന്റ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് A0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്കാണ്. സോ A0 ദെൻ G എന്ന് പറയുന്നത് A1 ആണ്. അപ്പൊ A0 പ്ലസ് A1 എന്താണോ കിട്ടുന്നത്, A0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണോ A1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണോ അത് രണ്ടും ആഡ് ചെയ്തതിനു ശേഷം T0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് അതിന്റെ വാല്യൂ വരുന്നു. അതാണ് ആഡ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, A2 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ A3 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അത് രണ്ടും ആഡ് ചെയ്തതിനു ശേഷം T1 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇത് 3 രജിസ്റ്റേഴ്സ് ആയതുകൊണ്ടാണ്, 2 സോഴ്സ് ഓപ്പറാൻഡ്സും രജിസ്റ്റർ ആണ്, ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും ആയതുകൊണ്ടാണ് അവിടെ ആഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചത്. ഇനി ഇത് രണ്ടും കൂട്ടി തമ്മിലുള്ള ഡിഫറൻസും കാണണം. അപ്പൊ ആ ലാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ മൈനസ് ആണ്. അതിന്റെ ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്, സബ് എന്ന് പറയുന്നത്. സബ്സ്ട്രാക്ഷന്റെ ഇൻസ്ട്രക്ഷൻ ആണ് സബ്. എന്തൊക്കെ തമ്മിലാണ് സബ് ചെയ്യേണ്ടത്, T0 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്ററിൽ നിന്ന് T1 എന്ന് പറയുന്ന ടെമ്പററി രജിസ്റ്റർ ആണ് മൈനസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് ഇവിടെ S3 എന്ന് പറയുന്നത്. S3 തന്നെയാണെന്നില്ല, ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിന് പകരം നമ്മൾ രജിസ്റ്റർ കൊടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള രജിസ്റ്റർ കൊടുക്കാം. അപ്പൊ S3 എന്ന് പറയുന്നതിലേക്ക് എന്റെ വാല്യൂ വന്നു. ഇനി ഞാനത് A0യിലേക്ക് എന്ത് ചെയ്യുകയാണ്, റിട്ടേൺ ചെയ്യിക്കുകയാണ്. A0യ്ക്ക് റിട്ടേൺ ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലാസ്റ്റ് വാല്യൂ ആയിട്ട് ഇവിടെ ഈ മെയിൻ ഫംഗ്ഷനിൽ S7ലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ A0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് റിട്ടേൺ ചെയ്യിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം A0യിൽ ഒരു വാല്യൂ വന്നാൽ മാത്രമേ CPU-ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞു. ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം A0 എന്ന് പറയുന്ന അതൊരു വേ ഓഫ് ടെല്ലിംഗ് ആണ്. എന്താണ്, ഇവിടുത്തെ എക്സിക്യൂഷൻ കഴിഞ്ഞു, ഇതാണ് റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂ നമ്മൾ എപ്പോഴും A0യിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ A0യിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ CPU അപ്പോൾ മനസ്സിലാക്കും എന്താണ്, ഈ ഫംഗ്ഷൻ ഇവിടെ കൺഫേം ആയി കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി, നമുക്ക് ഇതിനെ A0യിലുള്ള വാല്യൂനെ തിരിച്ചെടുക്കാം. അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് JRRA ആയിരിക്കും. JRRA കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമ്പ് രജിസ്റ്റർ എന്നാണ്. അതായത് റിട്ടേൺ ചെയ്യുന്നു, നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകണം റിട്ടേൺ അഡ്രസ്സോടുകൂടി. അതാണ് RA എന്ന് പറയുന്ന രജിസ്റ്റർ നമ്മൾ കൊടുക്കുന്നത്. സോ ഇത്രയുമാണ് ഒരു ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്.
ഈ ഡിഫ് ഓഫ് സമ്മിന്റെ കീഴിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതിനകത്ത് A0 എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ മാത്രമേ A0യും ആഡ് A0യും JR എന്ന് പറയുന്ന പർട്ടിക്കുലർ ലൈൻ മാത്രമേ കോമൺ വരുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എന്താണ് ഒരു ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്താണ് എഴുതുന്നത്. പക്ഷെ ഈ 4 ഇൻസ്ട്രക്ഷൻ ഇവിടെ വരുന്ന ഈ 6 ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. 4 ആർഗ്യുമെന്റ്സ് ആണെങ്കിൽ ഈ ഒരു ആഡ് ഇമ്മീഡിയറ്റ് ആയിരിക്കും 4 വരുന്നത്. അല്ലെങ്കിൽ എത്ര ആർഗ്യുമെന്റ് ആണോ അതിനനുസരിച്ച് ആഡ് ഇമ്മീഡിയറ്റ് വരും. പിന്നെ നമുക്ക് JL ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്ട്രക്ഷൻ എടുക്കണം, ഫംഗ്ഷനെ കോൾ ചെയ്യണം, നമുക്ക് ലാസ്റ്റ് റിട്ടേൺ വാല്യൂ കിട്ടണം. സോ ഇങ്ങനെ ഒരു മെത്തേഡിൽ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ വന്നാലും എഴുതാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ ഫംഗ്ഷൻ എങ്കിലും പഠിച്ചു വെക്കണം എങ്ങനെ എഴുതാം എന്നുള്ളത്. ഒന്നുമില്ല, ആദ്യം ആർഗ്യുമെന്റ്സിൽ പാസ് ചെയ്യുന്ന എഴുതണം, അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യുന്ന എഴുതണം, പിന്നെ ഒരു JL ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എഴുതണം, പിന്നെ എന്താണ് റിട്ടേൺ വാല്യൂ വരുന്നത് എഴുതണം. ഇതുപോലെ തന്നെയാണ് ഡിഫ് ഓഫ് സം എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് അത് എഴുതണം. അതിനുശേഷം ജമ്പ് റിട്ടേൺ ഈ JR എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എഴുതാൻ മറക്കരുത്. അങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷന് അസംബ്ലി കോഡ് കൊടുക്കുന്നത്. ഓക്കെ ആണോ? അത് ഞാൻ പറഞ്ഞു പോയോ? എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാനൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ ഫംഗ്ഷന് പറയുന്ന പേരെന്താണ്? ടൈപ്പ് ചെയ്തേ പിള്ളേരെ. ഓ ഞാൻ ചോദിച്ചത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഇൻസ്ട്രക്ഷൻ അല്ല ഞാൻ ചോദിച്ചത്. ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് JL എന്നൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അത് കോളർ ആണോ കോളിയാണോ? ഓക്കെ ഫൈൻ. ഒരു പർട്ടിക്കുലർ ആർഗ്യുമെന്റ്സിനൊക്കെ ഞാൻ പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഒരു ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? ഫംഗ്ഷൻ കോളറിനെയാണോ ഫംഗ്ഷൻ കോളിനെയാണോ? ടൈപ്പ് ചെയ്തേ, ക്ലാസ്സിൽ ഇല്ലേ എല്ലാരും? ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താ പിള്ളേരെ? കോളിയാണോ? ഓക്കെ, കോളർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴും എന്താണ്? ഒരു ഫംഗ്ഷൻ കോളർ ആണ്. കോളർ ആണ് എന്ത് ചെയ്യുന്നത്? ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്നതും ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതും ഒക്കെ. ഇനി ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ എന്താ വിളിക്കുക? എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ, അവർ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ, അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂ തരുന്ന ഫംഗ്ഷൻ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? കോളി, ഫംഗ്ഷൻ കോളി എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ? ഇനി ഞാനൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ കോളറിൽ ഉപയോഗിക്കുന്ന പർട്ടിക്കുലർ അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഏതാണ്? ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ഏതാണ്? എന്റെ ക്വസ്റ്റ്യൻ. ഇനി ഞാനൊരു ഫംഗ്ഷനകത്ത് ഡെഫിനിഷൻ, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ വാല്യൂ തരാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഇൻസ്ട്രക്ഷൻ ഏതാണ്? റിട്ടേൺ വാല്യൂവിന് വേണ്ടി ഞാൻ എഴുതുന്ന ഇൻസ്ട്രക്ഷൻ ഓക്കെ JR അഥവാ ജമ്പ് രജിസ്റ്റർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഇനീഷ്യലൈസേഷന് വേണ്ടി, ഇനീഷ്യലൈസേഷൻ അതായത് എനിക്കൊരു ഇമ്മീഡിയറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ രജിസ്റ്ററിലേക്ക് ഒരു വാല്യൂവിനെ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്? ഇനീഷ്യലൈസേഷന് അതല്ല എങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു നമ്പറിനെ ഞാനൊരു പർട്ടിക്കുലർ രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ആഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഡ് I എന്ന് പറയുന്നത്. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് രജിസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ, കംപ്ലീറ്റ് രജിസ്റ്റേഴ്സ് തമ്മിലുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ വെരി ഗുഡ്, ആഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത സ്റ്റേജിൽ അല്ലെങ്കിൽ അടുത്ത സ്ലൈഡിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻസിനൊക്കെ എന്താണ് ഇൻപുട്ട് ആർഗ്യുമെന്റ്, എന്താണ് റിട്ടേൺ വാല്യൂസ്, എന്താണ്? ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. A0 മുതൽ A7 വരെ എന്താണ് ഇൻപുട്ട് ആർഗ്യുമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. A0യിൽ റിട്ടേൺ വാല്യൂ ആണ് വരുന്നത്. അതും ഒരു ക്വസ്റ്റ്യൻ ആക്കായിരുന്നല്ലോ. ഇനി ഫംഗ്ഷൻ ഡിഫ് ഓഫ് സം എന്ന് പറയുന്നത് 4 ആർഗ്യുമെന്റ്സും ഒരു റിട്ടേൺ വാല്യൂ റിസൾട്ടും വെച്ചാണ് വിളിച്ചിരിക്കുന്നത്. റിസൾട്ടിനെ നമ്മളൊരു ലോക്കൽ വേരിയബിളിലാണ് സ്റ്റോർ ചെയ്തത്. അതായത് റിസൾട്ട് എന്ന് പറയുന്ന ലോക്കൽ വേരിയബിളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു S3 എന്ന് പറയുന്ന രജിസ്റ്റർ ആണ് ഉപയോഗിച്ചത്. പിന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻസിനെ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് രജിസ്റ്റേഴ്സ് A0 to A7 ആണ് ആദ്യം കോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോർ ചെയ്യുന്നത്. റിട്ടേൺ വാല്യൂസിന് ഇതിനായിരിക്കും. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു A0 മുതൽ A7 വരെ 8 ആർഗ്യുമെന്റ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്റർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്.
ഇനി അതിൽ കൂടുതൽ ഒരു സാധനം വന്നാൽ, അതില്ലെങ്കിൽ 8ൽ കൂടുതൽ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ, 8ൽ കൂടുതൽ ആർഗ്യുമെന്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഒരു സെനാരിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെമ്മറിനെയാണ് സ്റ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിന് LIFO ആയിരിക്കും, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഡിഷസ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് നമ്മൾ ഇങ്ങനെ അട്ടി വെക്കുവാണെങ്കിൽ, ആദ്യം ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഞാൻ കൊണ്ട് പ്ലേറ്റ് വെച്ചു, രണ്ടാമത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മുകളിലേക്ക് വെക്കുന്നു. അങ്ങനെ ഒരു സെനാരിയോ ആണെങ്കിൽ ലാസ്റ്റ് കഴിച്ചു കഴിയുന്ന ആളുടെ പ്ലേറ്റ് ആയിരിക്കും ആദ്യം കഴുകാൻ എടുക്കുക. അങ്ങനെ ലാസ്റ്റ് ഇൻ ചെയ്യുന്ന ആള് ഫസ്റ്റ് ഔട്ട് ആവുന്ന സെനാരിയോ. അങ്ങനെ ഒരു ക്യൂ ആണ് സ്റ്റാക്കിനുള്ളത്. ഈ സ്റ്റാക്ക് ഉപയോഗിച്ച് നമുക്ക് എന്താണ്, എപ്പോഴൊക്കെയാണോ മെമ്മറി സ്പേസ് ആവശ്യമുള്ളത് അതിനെ എക്സ്പാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് അതിനെ കോൺട്രാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നു. ഇനി ഈ സ്റ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് ഗ്രോത്ത് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഫിഗറിൽ നോക്കുക, നമ്മളിവിടെ സ്റ്റാക്കിനെ അടക്കി വെച്ചേക്കുവാണ് ഫിഗർ എയിനകത്ത്. ഈ ഫിഗർ എയിൽ SP അഥവാ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്ന രജിസ്റ്റർ ഹോൾഡ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് അഡ്രസ് ആയിരിക്കും. അതായത് ഈ സ്റ്റാക്കിന് മാക്സിമം എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടോ ആ ടോപ്പ് പോയിന്റിൽ വരുന്ന വാല്യൂ ആയിരിക്കും ഈ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ വരുന്നത്. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്ന രജിസ്റ്ററിലെ ഏറ്റവും ടോപ്പ് വാല്യൂ ആയതുകൊണ്ട് തന്നെ സ്റ്റാക്ക് പോയിന്റർ എവിടെയാണോ നിൽക്കുന്നത് അവിടെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാക്കിലേക്ക് നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഏറ്റവും ടോപ്പില് സ്റ്റാക്കിന് എത്രയാണോ മാക്സിമം കപ്പാസിറ്റി സ്റ്റോറേജ് ഉള്ളത് അതിന്റെ ടോപ്പിലായിരിക്കും കൊണ്ടുവന്ന് വെക്കുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ വെക്കുന്ന സമയത്ത് ഈ അഡ്രസ്സുകൾ കുറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. ഇവിടെ നോക്കിക്കേ, BEFFFAE 8 ആണ് ഏറ്റവും ടോപ്പിലെ അഡ്രസ്സ്. 8ന് ശേഷം 4 കുറഞ്ഞിരിക്കുന്നു. 4 കുറയാനുള്ള കാരണം എന്താണ്? 4 ബൈറ്റ് ആയിട്ടാണ്. അവിടെ ബൈറ്റ് അഡ്രസ്സിംഗ് ആണ്. 32 ബിറ്റ് ആണ്. 32 ബിറ്റിനെ 4 ബൈറ്റ് ആക്കി മാറ്റുന്നു. 4 ബൈറ്റിന് ഓരോ ബൈറ്റിന് ഇപ്പൊ ഓരോ ഇതിനും ഓരോ ബൈറ്റ് വെച്ച് കൊടുക്കുന്നു. 4 ബൈറ്റിന് ഓരോ സ്പേസ് വെച്ച് കൊടുക്കുന്നു. സോ ആ 8ൽ നിന്ന് 4 കുറച്ച് ഇവിടെ ഈ 4 ആണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ 4 വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്ന രജിസ്റ്റർ ഇംപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് പോയിന്റിലായിരിക്കും. ആ പോയിന്റിൽ നിന്ന് പിന്നെ കുറഞ്ഞാണ് അടുത്ത നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് കുറഞ്ഞ പൊസിഷനിലേക്കായിരിക്കും. പിന്നെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അഡ്രസ്സ് കുറഞ്ഞായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഡൗൺവേർഡ് ഗ്രോത്ത് ആണ് എന്ന് പറയുന്നത്. ഡൗൺവേർഡ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ കേസിൽ അഡ്രസ്സ് മുകളിലോട്ട് കൂട്ടി പോവുകയാണെങ്കിൽ, സ്റ്റാക്കിന്റെ കേസിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് കുറച്ചാണ് വരേണ്ടത്. ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ ആ ഒരു അഡ്രസ്സ് ബേസ് ആയിട്ട് ലാസ്റ്റ് എത്രയാണോ അതിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് അതിനെയാണ് അതിന്റെ ബേസ് അഡ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റാക്കിന്റെ ഒരു പ്രത്യേകതയാണത്. അവിടെ നമുക്ക് എന്താണ്, ഏറ്റവും ടോപ്പിലായിരിക്കും ആദ്യം വെക്കുന്നത്, പിന്നീട് ഏറ്റവും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്ന പർട്ടിക്കുലർ രജിസ്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു പൊസിഷൻ പറയുന്നത്. ആ പൊസിഷനിൽ ഉപയോഗിച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ 4 ബൈറ്റ് അഡ്രസ്സിംഗ് ആണ് അവിടെ വരുന്നത്. 4 ബൈറ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് സ്റ്റോറേജ് ആണ് വരുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റ വാല്യൂവിന്. ആ 4 വെച്ചാണ് നമ്മൾ കുറച്ച് എഴുതി പോകുന്നത്. ഈ റിസ്ക് 5നകത്ത് രജിസ്റ്റേഴ്സിനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രിസർവ്ഡ് രജിസ്റ്റർ എന്നും നോൺ പ്രിസർവ്ഡ് രജിസ്റ്റർ എന്നും. പ്രിസർവ്ഡ് രജിസ്റ്ററിനകത്ത് എപ്പോഴും എന്തായിരിക്കണം, വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തും ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്ന സമയത്തും സെയിം വാല്യൂ ആയിരിക്കണം. എന്നാൽ നോൺ പ്രിസർവ്ഡ് രജിസ്റ്ററിനകത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ ടെമ്പററി ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സ് ആണ് നോൺ പ്രിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്നത്. ഇവിടെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രിസർവ്ഡ് ഫംഗ്ഷൻ രജിസ്റ്റേഴ്സും നോൺ പ്രിസർവ്ഡും. പ്രിസർവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സേവ്ഡ് രജിസ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ S0 മുതൽ S11 വരെ എന്താണ് വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് ആ വാല്യൂസ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തും ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ റിട്ടേൺ അഡ്രസ് R എന്ന് പറയുന്ന രജിസ്റ്റർ പ്രിസർവ്ഡ് കാറ്റഗറിയിലാണ് വരുന്നത്. സ്റ്റാക്ക് പോയിന്റർ SP എന്ന് പറയുന്നത് പ്രിസർവ്ഡ് കാറ്റഗറിയിലാണ്. ദെൻ സ്റ്റാക്ക് അബവ് ദ സ്റ്റാക്ക് പോയിന്റർ, അതായത് സ്റ്റാക്ക് പോയിന്ററിലേക്ക് മുകളിലേക്കുള്ള സെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, പ്രിസർവ്ഡ് കാറ്റഗറി തന്നെ ആയിരിക്കണം, ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ നോൺ പ്രിസർവ്ഡ് വരുന്നതാണ് ഈ ടെമ്പററി രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് രജിസ്റ്റേഴ്സ് ഒക്കെ. കാരണം നമ്മൾ ആ ഒരു ഫംഗ്ഷന്റെ സമയത്ത് മാത്രം യൂസ് ചെയ്യുന്നവയാണ് ഈ ആർഗ്യുമെന്റ് രജിസ്റ്റർ അല്ലെങ്കിൽ ടെമ്പററി രജിസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് സ്റ്റോറേജിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ ആ ഫംഗ്ഷൻ കോൾ ചെയ്തതിനു ശേഷം വേറൊരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, ആ വാല്യൂസ് ആയിരിക്കും നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. സോ പ്രിസർവ്ഡ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ ആയിരിക്കണം ബിഗിനിങ് ഓഫ് ദ ഫംഗ്ഷൻ കോളും അതുപോലെ തന്നെ എൻഡ് ഓഫ് ദ കോൾഡ് ഫംഗ്ഷനും. കാരണം കോളർ എന്താണ്, ആ ഒരു വാല്യൂ ആണ് ആ സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്, എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞോ, ഒന്നുകൂടെ പറയണോ?
ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 8 ആർഗ്യുമെന്റ്സിൽ കൂടുതൽ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ് ഒരു ഫംഗ്ഷൻ എങ്കിൽ അവിടെ സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്കിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലായിരിക്കും നമ്മൾ ആദ്യമേ തന്നെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺവേർഡ് ഗ്രോത്ത് എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ 4 വെച്ച അഡ്രസ്സ് കുറച്ചാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിന്ററിൽ എപ്പോഴും നിൽക്കുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനായിരിക്കും. അത് ഫില്ല് ചെയ്തതിനു ശേഷമാണ് താഴേക്കാണ് വരുന്നത്. പിന്നെ സ്റ്റാക്കിനകത്ത് പറഞ്ഞത് എന്താ, പിന്നെ സ്റ്റാക്കിനകത്തല്ല, പിന്നെ റിസ്ക് ഫയലിനകത്ത് 2 ടൈപ്പിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. പ്രിസർവ്ഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്, നോൺ പ്രിസർവ്ഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്. പ്രിസർവ്ഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തും ഒരു ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്ന സമയത്തും അതിലെ വാല്യൂസ് സെയിം ആയിരിക്കണം. നോൺ പ്രിസർവ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോൺ പ്രിസർവ്ഡ് എന്ന് പറയുന്നത്. ആ ഒരു ഫംഗ്ഷന്റെ സമയത്ത് നമുക്ക് ടെമ്പററി സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിനെ സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ് രജിസ്റ്റേഴ്സും അതുപോലെ തന്നെ ടെമ്പററി രജിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് നോൺ പ്രിസർവ്ഡ് കാറ്റഗറിയിലാണ് പെടുന്നത്. ഇനി അവിടെ സ്റ്റാക്ക്, ഇനി നമ്മളൊരു 2 കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഒന്ന് ലീഫ് ഫംഗ്ഷനും മറ്റൊന്ന് നോൺ ലീഫ് ഫംഗ്ഷനും. ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് ലീഫ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നു നോൺ ലീഫ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നില്ലെങ്കിൽ എൻഡായി, അതായത് ആ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, ആറ്റം പോലെ തന്നെയാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയി, അങ്ങനെയാണെങ്കിൽ അതിനെ ലീഫ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷനെ കൂടെ കോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു കേസിലാണ് അതിനെ നോൺ ലീഫ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ലീഫ് ഫംഗ്ഷൻസിനകത്ത് നോൺ പ്രിസർവ്ഡ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാക്ക് ഒക്കെ എന്ത് വേണ്ടി വരും, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുന്നേ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുന്നേ റീസ്റ്റോർ ചെയ്യേണ്ട സെനാരിയോ ആണുള്ളത്. അതായത് കുറച്ച് ഒരു പർട്ടിക്കുലർ റൂൾസ് അത് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. ഏത് ലീഫ് ഫംഗ്ഷൻസ്. കാരണം ലീഫ് ഫംഗ്ഷൻസ് മറ്റൊരു ഫംഗ്ഷൻസിനെ ഒന്നും കോൾ ചെയ്യുന്നില്ല. അതിന്റെ പ്രിസർവ്ഡ് രജിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് അനുസരിച്ചായിരിക്കും വരുന്നത്. ഇപ്പൊ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നോൺ പ്രിസർവ്ഡ് രജിസ്റ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അതാണ് കോളർ സേവ് റൂൾ എന്ന് പറയുന്നത്. കോളർ സേവ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കോളിന് മുന്നേ കോളർ അതിന്റെ നോൺ പ്രിസർവ്ഡ് രജിസ്റ്റേഴ്സിനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം. മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, അതിന്റെ അനുസരിച്ച് എന്ത് ചെയ്യറ്റുന്നു, ഈ ടെമ്പററി രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് രജിസ്റ്റേഴ്സിനൊക്കെ മാറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെതായ പ്രിസർവ്ഡ് രജിസ്റ്റേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം. രണ്ടാമത്തേത് കോളി സേവ് റൂൾ എന്നാണ്. കോളി സേവ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോളി മറ്റൊരു പ്രിസർവ്ഡ് രജിസ്റ്ററിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, രജിസ്റ്റേഴ്സിന് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന കേസിൽ എന്തായിരുന്നു അതിന്റെ വാല്യൂസ്, അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോർ രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ കൊടുക്കണം. ആ ഫംഗ്ഷൻ യൂസ് ചെയ്തതിനു ശേഷം റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ അതിന് ആവശ്യമുണ്ടെങ്കിൽ അതിനെ റീസ്റ്റോർ ചെയ്ത് വെക്കാവുന്ന കേസാണുള്ളത്. ഇനി നമ്മളിവിടെ പറയുന്നുണ്ട് റിക്കേഴ്സീവ് ഫംഗ്ഷൻ. എന്താണ്, എ ഫംഗ്ഷൻ കോൾ ഇറ്റ്സെൽഫ് ആണ് റിക്കേഴ്സീവ് എന്ന് വിളിക്കുന്നത്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ലീഫ് ഫംഗ്ഷൻ ആണ്. അത് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡ്ലി തന്നെ വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ റിക്കേഴ്സീവ് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോളറും കോളിയും സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രിസർവ്ഡ് ആൻഡ് നോൺ പ്രിസർവ്ഡ് രജിസ്റ്റേഴ്സ് അവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. നമുക്കൊരു ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടെ ഈ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ പറയാനുണ്ട്. അതാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി എക്സിക്യൂഷൻ ഫെച്ച് സൈക്കിളും എക്സിക്യൂട്ട് സൈക്കിളും ഒക്കെ പറഞ്ഞാണ്. എങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സിനാരിയോ ആണ് ഇവിടെ പറയുന്നത്. ആദ്യം തന്നെ എന്താണ്, സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുവാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തതിനു ശേഷം ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. ആ എക്സിക്യൂട്ടിംഗ് സൈക്കിളും അല്ലെങ്കിൽ ഫെച്ച് സൈക്കിളും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദെൻ അതിനെ എന്ത് ചെയ്യുന്നു, പിന്നെയും റീ ചെയ്യേണ്ട സമയത്താണെങ്കിൽ റീ ചെയ്യുന്നു, പിന്നെയും ഫെച്ചിങ് നടക്കുന്നു, പിന്നെയും എക്സിക്യൂഷൻ നടക്കുന്നു. ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കംപ്ലീറ്റ്നെസ് എത്തുമ്പോഴാണ് അത് ഹോൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ എന്താണ് ഫെച്ച് സൈക്കിൾ അല്ലെങ്കിൽ എന്താണ് എക്സിക്യൂഷൻ സൈക്കിൾ, ഈ 2 സെനാരിയോസിനാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ഫെച്ച് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്. ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ എൻ്റർ ചെയ്യുന്ന പ്രോഗ്രാംസിനെ എല്ലാം കൊണ്ടുപോയി, പ്രോഗ്രാംസ് ആണെങ്കിലും ഡേറ്റാസ് ഒക്കെ ആണെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൊക്കേഷനാണ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഈ പ്രോഗ്രാം കൗണ്ടറിന് നമ്മൾ എപ്പോഴാണോ അതായത് പ്രോഗ്രാം കൗണ്ടറിൽ നമ്മൾ എന്താണോ ഒരു പർട്ടിക്കുലർ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ
ഒരു പ്രോഗ്രാം എപ്പോഴും നമ്മൾ ബേസിക് ഓപ്പറേഷണൽ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഒരു പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഫസ്റ്റ് അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നതെന്ന്. സോ ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നത് തന്നെ PC അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ ഒരു ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് കൊണ്ട് കൊടുക്കുമ്പോഴാണ്. ഇനി ഈ പ്രോഗ്രാം കൗണ്ടർ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അഡ്രസ് കൊടുക്കുന്നു. ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോഗ്രാം കൗണ്ടർ എന്താണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സിനെ ഫെച്ച് ചെയ്യാൻ പോകും. ഇനി പ്രോഗ്രാം കൗണ്ടറിലുള്ള അഡ്രസ് അല്ലെങ്കിൽ ആ പ്രോഗ്രാം കൗണ്ടറിലെ അഡ്രസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ പോയിട്ട് ആ പർട്ടിക്കുലർ മെമ്മറിയിൽ എന്താണോ അല്ലെങ്കിൽ ആ ഒരു അഡ്രസ് ലൊക്കേഷനിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലുള്ള കണ്ടന്റിനെ റിസീവ് ചെയ്തിട്ട് അത് നമ്മുടെ മെമ്മറി ബസ് മെമ്മറിയിലൂടെ സെൻഡ് ചെയ്യുന്നു. സിസ്റ്റത്തിലേക്ക് മെമ്മറിയിൽ നിന്ന് സിസ്റ്റം ബസ്സിലൂടെ സെൻഡ് ചെയ്യുന്നു. ഇപ്പൊ ഒരു റീഡ് സിഗ്നൽ ആണ് നമ്മൾ സെൻഡ് ചെയ്തതെങ്കിൽ മെമ്മറിയിൽ ഒരു കൺട്രോൾ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റീഡ് സിഗ്നൽ ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ വേർഡിന് അല്ലെങ്കിൽ ആ ഒരു മെമ്മറിയിലുള്ള എന്താണോ അതിനെ ഫെച്ച് ചെയ്തിട്ട് MDR അഥവാ മെമ്മറി ഡാറ്റ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. ഒരു എങ്ങനെയായിരുന്നു നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, പ്രോഗ്രാം കൗണ്ടറിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എടുക്കുന്നു. ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ പോയിട്ട് ആ ലൊക്കേഷനിൽ നിന്ന് ആ ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് റീഡ് ചെയ്യുന്നു. ആ ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സിക്യൂഷൻ ഉണ്ടാവുമല്ലോ, ആ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ നമ്മൾ ഏത് ഡേറ്റയിലാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് കൂടി പറയും. ആ മെമ്മറി ഡാറ്റ രജിസ്റ്റർ അഡ്രസ് രജിസ്റ്ററിൽ പോയിട്ട് ആ മെമ്മറിയിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിലുള്ള വാല്യൂവിനെ റീഡ് ചെയ്തുകൊണ്ടുവന്ന് മെമ്മറി ഡാറ്റ രജിസ്റ്ററിലേക്ക് വെക്കുന്നു. ആ മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് പാസ് ചെയ്യുന്നു. എന്ത് കണ്ടന്റ് ആണോ MDRലുള്ളത് അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, IR അഥവാ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് പാസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് എടുക്കുന്ന ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ആദ്യം പ്രോഗ്രാം കൗണ്ടർ PC ആണ്. PC-യിലുള്ള അഡ്രസ് എവിടെയാണോ ആ അഡ്രസ് അനുസരിച്ച് നമ്മൾ എവിടെ പോയി തപ്പുന്നു, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ പോയി തപ്പുന്നു. ആ അഡ്രസ്സിനകത്ത് എന്താണോ ഇൻസ്ട്രക്ഷൻ കിട്ടുക അല്ലെങ്കിൽ എന്താണോ നമ്മൾ റീഡ് ചെയ്യുന്നത് ആ റീഡ് ചെയ്യുന്ന സിഗ്നൽ നമ്മൾ ഫെച്ച് ചെയ്യുന്നു. ആ ഫെച്ച് ചെയ്തുകൊണ്ട് ഒരു സാധനത്തിന് നമുക്ക് ഡേറ്റാസ് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ പോയി MDRലേക്ക് പോകുന്നു. ആ MDRൽ ചെന്ന് ആവശ്യമായ പർട്ടിക്കുലർ ഡേറ്റാസിനെ എടുത്തുകൊണ്ട് നമ്മൾ എങ്ങോട്ട് വരുന്നു, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വരുന്നു. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഫെച്ച് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സിക്യൂഷൻ സൈക്കിൾ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ALU ഓപ്പറേഷൻസോ അല്ലെങ്കിൽ നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മെമ്മറിയിലുള്ള കണ്ടന്റുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ സൈക്കിളിന് ശേഷം ഒരു ALU ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു. ആ റിസൾട്ടിനെ സ്റ്റോർ ബാക്ക് ചെയ്യുന്നു അഥവാ സ്റ്റോർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ ഒരു എക്സിക്യൂഷൻ സൈക്കിളിൽ ഈ സ്റ്റോറേജ് അഥവാ മെമ്മറിയിലേക്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ALU ഓപ്പറേഷന്റെ ഒക്കെ റിസൾട്ട് സ്റ്റോറേജും ദെൻ PC-നെ ഇൻക്രിമെന്റ് ചെയ്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. സോ ഡേറ്റ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ഡേറ്റ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് എടുക്കുന്നു. ആ ഡേറ്റാസിനെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കുന്നു. IO ട്രാൻസ്ഫേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അഡ്രസ് രജിസ്റ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഡേറ്റ രജിസ്റ്റേഴ്സിനെ എല്ലാം നമ്മൾ അതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ആദ്യം പ്രോഗ്രാം കൗണ്ടർ ടു MAR ടു MDR ടു IR നിന്നാണ് പിന്നെ നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറിയിൽ പോയി നമ്മൾ അതിനെ റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്ത മെമ്മറിയിൽ നിന്നുള്ളതിനെ ALU ഓപ്പറേഷൻസ് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെർഫോം ചെയ്യുന്നു. അങ്ങനെ പെർഫോം ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് തിരിച്ച് മെമ്മറിയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനകത്ത് നടക്കുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് അഡ്രസ് ഏതാണോ അതിലേക്ക് പിന്നെയും ഈ റിപ്പീറ്റഡ്ലി പ്രോസസ്സ് നടക്കുന്നു. ഓക്കെ ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ബേസിക് ഓപ്പറേഷണൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുന്നത് എന്നുള്ളത്.